കേരളത്തിൻ്റെ പൊതുബോധം ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലേക്ക് പോകുന്നുവെന്ന് സംശയിക്കേണ്ടി വരും. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകൾക്കനുസൃതമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിലെ UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പിന്തുണ അല്ലെങ്കിൽ അവർക്കുള്ള സ്വീകാര്യത നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് കണ്ടതാണ്. അതേപോലെ തന്നെ LDF ആണെങ്കിൽ മുമ്പ് അവർക്കൊപ്പമായിരുന്നു. ഇപ്പോൾ അവരെ കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും ഇവരെ ഭയന്നിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള നടപടികൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പ്രസ്താവനകൾ അത് മുസ്ലിം വിഭാഗക്കാർക്കെതിരെയാണെന്നുള്ള ഒരു അവകാശവാദം ഉണ്ടാക്കാനുള്ള ശ്രമം ഈ സംഘടന നടത്തും. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം, ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന രീതിയിൽ മതരാഷ്ട്രവാദം സ്വപ്നം കാണുന്ന ഒരു സംഘടനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഒരു മതേതര കാഴ്ചപ്പാടോ പുരോഗമന കാഴ്ചപ്പാടോ പുലർത്തുന്ന സംഘടനയല്ല. പക്ഷേ സ്വാഭാവികമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ കേരളം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. കാരണം ഒന്ന്, ഈ മതരാഷ്ട്രവാദത്തെ അനുകൂലിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായ ഒരു വിഭാഗം, അതുകൂടാതെ തന്നെ ഇടത് ലിബറലുകൾ, അവർ സ്വാഭാവികമായിട്ടും ഇവരുടെ ആ ഒരു കരുക്കളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു വിഷയം. ഇപ്പോൾ ഗാസ വിഷയത്തിലെ മാനുഷിക പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ഒരുപാട് കുട്ടികൾ മരിച്ചു വീണിട്ടുണ്ട്, ഇസ്രായേലിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സെലക്റ്റീവായുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഗാസയിൽ മരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ മനുഷ്യാവകാശമുള്ളൂ, അല്ലെങ്കിൽ അവർ മാത്രമേ ഈ ഒരു ദയ അർഹിക്കുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി കുറേ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏതാണ്ട് 25 വർഷമായിട്ട് ഈ രീതിയിൽ മാധ്യമം പത്രം സ്ഥാപിച്ചത് മുതൽ പിന്നീട് മീഡിയ വൺ ഒക്കെ ഇതേ നയം തന്നെയാണ് കൊണ്ടുവരുന്നത്. ഒരു ഇരവാദം, അതായത് മുസ്ലിങ്ങൾ ലോകം മുഴുവൻ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ഇരവാദം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കേരളത്തിൽ ഒരിക്കലും ഈ രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ കേരളത്തിൽ പോലും ഇതിൻ്റെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കാനാണ് ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മീം വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ആരെക്കൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അണ്ടർ ഏജ്ഡായ 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളെയാണ് ഇത്തരം രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം അജണ്ടകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കരുവാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പലസ്തീൻ അനുകൂലമായുള്ള മുദ്രാവാക്യം വിളിക്കുന്നു, അതുകൂടാതെ തന്നെ പലസ്തീൻ്റെ കൊടി ഉയർത്തുന്നു. മൈമിൻ്റെ പേരിൽ അവിടെ നടക്കുന്നത് ശരിക്കും അജണ്ട സെറ്റിംഗ് ആണ്. അപ്പോൾ ഇത് തന്നെ വളരെ അപകടകരമായൊരു കാര്യം തന്നെയാണ്. ഇതിന് സംസ്ഥാന സർക്കാരും അതുകൂടാതെ LDFും എല്ലാം ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടമുണ്ടാക്കുന്ന ഒരു വസ്തുത. കാരണം ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇവിടെ ഒരു വിഭാഗീയത സൃഷ്ടിക്കുക, വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFനെ പിന്തുണച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യം. മുമ്പാണെങ്കിൽ അവർ LDFിനൊപ്പമായിരുന്നു. ഇപ്പോൾ LDFന് ഇപ്പോൾ അവരുടെ പിന്തുണ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഒരു സംഘടനയെ വിമർശിക്കാനുള്ള ഒരു ധൈര്യം പലപ്പോഴും CPM ഒന്നും കാണിക്കുന്നില്ല. കാരണം അത് ജമാഅത്ത് ഇസ്ലാമിക്ക് തന്ത്രപൂർവ്വം അത് മതത്തിലേക്ക് മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം അത് മതത്തിനെതിരെയാണെന്നുള്ള രീതിയിലേക്ക് പോകും. ഇപ്പോൾ ഏറ്റവും അപകടകരമായ ഒരു പ്രവണത എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയ്ക്കനുസരിച്ച് ലീഗ് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഇവിടെ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ പലയിടങ്ങളിലും സമാനമായ രീതിയിലുള്ള മനുഷ്യാവകാശ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം സുഡാനിലെ ഡാർഫറിൽ നടന്ന വംശഹത്യ അത് എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ എത്രയോ കുട്ടികൾ മരിച്ചു വീണിട്ടുണ്ട്. അവിടെ ആരാണ് വേട്ടക്കാരെന്നുള്ളത് ഇവിടെ ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നൈജീരിയയിൽ നടക്കുന്ന എത്നിക് ക്ലീൻസിങ്. എന്തിന് നമ്മുടെ തൊട്ട അയൽ രാഷ്ട്രമായ ബംഗ്ലാദേശിൽ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവവികാസങ്ങൾ, എത്ര ഹിന്ദുക്കളാണ് ആക്രമണത്തിന് ഇരയായത്, അവർക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടായി. അതുകൂടാതെ തന്നെ ഹിന്ദു വംശഹത്യ എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളാണ് ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും. അവിടുത്തെ ഹിന്ദു ജനസംഖ്യ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിപ്പോൾ പഹൽഗാം വിഷയമുണ്ടായി, അതിനുശേഷം നമ്മളുടെ സൈന്യം, ധീര സൈനികർ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. അതിൽ അഭിമാനിക്കുന്ന രീതിയിൽ ഇവിടെ ആരെങ്കിലും കേരളത്തിൽ ഒരു പൂക്കളം ഇട്ടാൽ
കേസെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് സ്വന്തം രാഷ്ട്രത്തിൻ്റെ അഭിമാന നേട്ടം പോലും ഉദ്ഘോഷിക്കാൻ കേരളത്തിൽ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവവികാസങ്ങളും. ഗാസയിലെ വിഷയം എന്ന് പറയുന്നത് അതൊരു മനുഷ്യാവകാശ വിഷയമായിരിക്കാം, പക്ഷേ അതിൽ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബാക്കി ഒരു കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന എത്രത്തോളം ഈ ഒരു പലസ്തീനികളുടെ ഇന്നത്തെ ഒരു ദയനീയ അവസ്ഥയ്ക്ക് കാരണക്കാരാണെന്നത് ആരും ചൂണ്ടിക്കാട്ടുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം ജനങ്ങളെ വരെ മനുഷ്യകവചമാക്കി മാറ്റി നിർത്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുന്ന ഒരു ഹമാസിൻ്റെ യഥാർത്ഥ മുഖം അത് പുറത്ത് കാണിക്കാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്.